ഹിന്ദി ശിക്ഷക് ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിന്റെ കൂടെ കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായി ഞാനിടുന്ന വീഡിയോയെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് പഠിക്കുന്നത് CBSE 10th സ്റ്റാൻഡേർഡിലെ ഹിന്ദി സ്പർശ് എന്ന പുസ്തകത്തിലെ ഫസ്റ്റ് ചാപ്റ്റർ സാഖി എന്ന പാഠത്തെ പറ്റിയാണ്. സാഖി എന്നാൽ കബീർ ദാസ് എന്ന കവിയുടെ രചനയാണ്. അപ്പോൾ കബീർ ദാസ് ആരാണ്? കബീർ ദാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഹിന്ദി സാഹിത്യ കാലത്തെ 4 ഘട്ടങ്ങളായി തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തത് ആദികാൽ, 2 ഭക്തികാൽ, 3 രീതികാൽ, 4 ആധുനിക കാൽ. ഇതിൽ ഭക്തി കാലത്തെ കവിയാണ് കബീർ ദാസ്. കബീർ ദാസിന്റെ ജീവൻ കാൽ 1398 से 1518 तक. कबीर का जन्म 1398 ईस्वी में കാശി में हुआ माना जाता है. കബീർ ദാസ് ജനിച്ചത് 1398 കാശിയിലാണെന്ന് കണക്കാക്കപ്പെടുന്നു. गुरु रामानंद के शिष्य कबीर ने 120 वर्ष की आयु पाई. ഗുരു രാമാനന്ദിന്റെ ശിഷ്യനായ കബീർ ദാസ് 120 വർഷം വരെ ജീവിച്ചിരുന്നു. ജീവൻ के अंतिम कुछ वर्ष मगहर में बिताए और वहीं चिरनिद्रा में लीन हो गए. ജീവിതത്തിലെ അവസാന നാളുകൾ മഗ്ഹർ എന്ന സ്ഥലത്ത് കഴിയുകയും അവിടെ നിന്നും അന്ത്യനിദ്രയിൽ മുഴുകുകയും ചെയ്തു. कबीर का आविर्भाव ऐसे समय में हुआ था जब राजनीतिक, धार्मिक और सामाजिक क्रांतियां अपने चरम पर थी. രാഷ്ട്രീയവും മതപരവും സാമൂഹികമായിട്ടുള്ള വിപ്ലവങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നടക്കുന്ന അതിൻ്റെ പരമകോടിയിലെത്തിയ സമയത്തായിരുന്നു കബീർ ദാസിൻ്റെ തുടക്കം. കബീർ ക്രാന്തദർശി കവി थे. കബീർ ദാസ് വിപ്ലവാത്മകമായി നോക്കിക്കാണുന്ന കവിയായിരുന്നു. ഉൻകി കവിതാ മേം ഗഹരി സാമാജിക് ചേതന പ്രകട ഹോത്തി ഹെ. അവരുടെ കവിതയിൽ സാമൂഹിക ചേതന പ്രകടമായിരുന്നു. ഉൻകി കവിത സഹജ് ഹി മർമ്മ കോ ഛൂ ലേത്തി ഹെ. കബീർദാസിന്റെ കവിത സാധാരണയായി നമ്മുടെ മനസ്സിനെ സ്പർശിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. ഏക് ഓർ ധർമ്മ കെ ബാഹ്യാഡംബരോം पर उन्होंने गहरी और तीखी चोट की है तो दूसरी ओर आत्मा परमात्मा के विरह मिलन के ഭാവപൂർണ്ണ ഗീത് ഗായേ ഹെ. ഒരു വശത്ത് മതപരമായിട്ടുള്ള അന്ധവിശ്വാസങ്ങൾ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ആഴമേറിയതും തീക്ഷ്ണവുമായിട്ടുള്ള മുറിവുകൾ കാണാം. മറുവശത്ത് ആത്മാവിന്റെയും പരമാത്മാവിന്റെയും വേർപാടും കൂടിച്ചേരലിന്റെയും ഭാവപൂർണമായ ഗീതവും പാടിയിട്ടുണ്ട്. കബീർ ശാസ്ത്രീയ ഖ്യാൻ की अपेक्षा अनुभव ഖ്യാൻ को अधिक महत्व देते थे. കബീർ ദാസ് ശാസ്ത്രീയമായ അറിവിനേക്കാളും അനുഭവത്തിലൂടെ നേടിയ അറിവിനാണ് പ്രാധാന്യം നൽകിയിരുന്നത്. ഉൻകാ വിശ്വാസ് സത്സംഗ് മേം ഥാ और वे मानते थे कि ईश्वर एक है पर निर्विकार है अरूप है. അവരുടെ വിശ്വാസം, കബീർ ദാസിന്റെ വിശ്വാസം നല്ല കൂട്ടുകെട്ടിലായിരുന്നു. അദ്ദേഹത്തിന്റെ ഈശ്വരൻ ഒന്നേയുള്ളൂ, അത് വികാരമില്ലാത്തതാണ്, രൂപവുമില്ലാത്തതാണ്. കബീർ की ഭാഷ പൂർവി ജൻപദ് की ഭാഷ थी. കബീർ ഉപയോഗിച്ചിരുന്നത് പഴയകാലത്തെ ഭാഷയായിരുന്നു. उन्होंने जन चेतना और जन भावनाओं को अपने सबक और साखियों के माध्यम से जन जन तक पहुंचाया. കബീർ ദാസ് തന്റെ രചനകളായ സബദ്, സാഖി എന്നിവയിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളെ ഓരോ ജനങ്ങളിലേക്കും എത്തിക്കുകയും ചെയ്തു. പാഠ പ്രവേശ്. സാഖി ശബ്ദ് സാക്ഷി ശബ്ദ് കാ ഹി തദ്ഭവ രൂപ് ഹെ. സാഖി എന്ന് പറയുന്ന വാക്ക് സാക്ഷി ശബ്ദ് കാ ഹി തദ്ഭവ. സാക്ഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷി നമ്മൾ കൺമുമ്പിൽ കാണുന്നത് അല്ലേ സാക്ഷി എന്ന് പറയുന്നത്. അപ്പം നമ്മൾ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ.
അപ്പോൾ ഈ സാക്ഷി എന്ന വാക്കിൻ്റെ തദ്ഭവ രൂപം എന്താണ്? തദ്ഭവ രൂപം നമ്മൾ വേറെ ഭാഷയിൽ നിന്ന്, അന്യഭാഷയിൽ നിന്ന് കടമെടുത്ത് പിന്നെ അതിന് കുറച്ചൊരു മാറ്റം വരുത്തി പ്രയോഗിക്കുന്ന വാക്കാണ് തദ്ഭവ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ സാക്ഷി എന്ന വാക്കിൻ്റെ ഒരു തദ്ഭവ രൂപമാണ് സാഖി എന്നുള്ള വാക്ക്. സാക്ഷി ശബ്ദ് സാക്ഷി സേ ബനാ ഹെ, ഇസ്കാ അർത്ഥ ഹോത്താ ഹെ പ്രത്യക്ഷ ജ്ഞാൻ. ഇനി സാക്ഷി എന്ന് പറയുന്ന വാക്ക് സാക്ഷി സേ ബനാ ഹെ, സാക്ഷ്യത്തിൽ നിന്നും ഉണ്ടായതാണ്. അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ ജ്ഞാൻ. പ്രത്യക്ഷ ജ്ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരിട്ട് കിട്ടുന്ന അറിവ്. അതാണ് സാക്ഷി അല്ലെങ്കിൽ സാഖി എന്ന് പറഞ്ഞാൽ. യഹ് പ്രത്യക്ഷ ജ്ഞാൻ ഗുരു ശിഷ്യക്കോ പ്രദാൻ കർത്താ ഹെ, ഈ നേരിട്ടുള്ള അറിവാണ് ഗുരു ശിഷ്യന് പകർന്നു നൽകുന്നത്. സന്ത് സമ്പ്രദായമേം അനുഭവ ജ്ഞാൻ കി മഹത്ത ഹെ, ശാസ്ത്രീയ ജ്ഞാൻ കി നഹി. സന്ത് സമ്പ്രദായ സന്യാസ പരമ്പരയിൽ അനുഭവത്തിലൂടെ നേടുന്ന അറിവിനാണ് പ്രാധാന്യം, അല്ലാതെ ശാസ്ത്രീയ ജ്ഞാൻ കി നഹി, ശാസ്ത്രീയമായിട്ടുള്ള അറിവിന് അല്ല. കബീർ കാ അനുഭവ ക്ഷേത്ര വിസ്തൃത ഥ, കബീറിൻ്റെ അനുഭവ ക്ഷേത്രം എന്ന് പറയുന്നത് വളരെ വലുതായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും ചുറ്റിക്കറങ്ങി നേടിയെടുത്ത അറിവാണ്. അപ്പോൾ അതാണ് അനുഭവക്ഷേത്രം വളരെ വലുതായിരുന്നു എന്ന് പറയുന്നത്. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രദേശം, മേഖല, അതാണ്. കബീർ ജഗ ജഗ ഭ്രമൺ കർ പ്രത്യക്ഷ ജ്ഞാൻ പ്രാപ്ത കർത്തേ ഥി. അപ്പോൾ കബീർ ദാസ് പലയിടങ്ങളിലും, ജഗ ജഗ എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലങ്ങളിലും, ഭ്രമൺ കർ ചുറ്റി സഞ്ചരിച്ച് നേടിയതാണ് പ്രത്യക്ഷ ജ്ഞാൻ പ്രാപ്ത കർത്തേ ഥി. അങ്ങനെയാണ് അനുഭവ ജ്ഞാനം അദ്ദേഹം നേടിയെടുത്തിരുന്നത്. കുറേ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചു. അതഹ ഉൻകെ ദ്വാര രചിത് സാഖിയോ മേം അവധി, രാജസ്ഥാനി, ഭോജ്പുരി और पंजाबी भाषाओं के शब्दों का प्रभाव स्पष्ट दिखाई पड़ता है. അപ്പോൾ കുറേ സ്ഥലങ്ങളിൽ സന്ദർശിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം വഴി രചിക്കപ്പെട്ട ഈ സാഖി എന്ന് പറയുന്ന പുസ്തകത്തിൽ സാഖിയോം എന്നുണ്ടാവും, എന്നാൽ സാഖികൾ എന്ന് പറയുന്നില്ല. അപ്പോൾ അതിലുള്ള കവിതകൾ അല്ലെങ്കിൽ അതിലുള്ള രചനകൾ, അതാണ് സാഖിയോം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അവധി, രാജസ്ഥാനി, भोजपुरी और पंजाबी भाषाओं के शब्दों का प्रभाव स्पष्ट दिखाई पड़ता है. ഈ ഭാഷകളുടെ എല്ലാം സ്വാധീനം അതിലുണ്ടാവും. അവധി ഭാഷ, രാജസ്ഥാനി ഭാഷ, ഭോജ്പുരി ഭാഷ, അതുപോലെ പഞ്ചാബി ഭാഷ, ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ രചനയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇസി കാരൺ ഉൻകി ഭാഷാക്കോ പച്മേൽ ഖിചടി കഹാ ജാത്ത. കുറേ ഭാഷകളുടെ ഒരു മിശ്രിതം അല്ലേ, അതിന് എന്താണ് പറയുന്നത്? പച്മേൽ ഖിച്ചടി എന്ന പേരിൽ അറിയപ്പെടുന്നു. കബീർ കി ഭാഷാക്കോ സധുക്കടി ഭി കഹാ ജാത്ത ഹെ. കബീറിൻ്റെ ഭാഷയെ സധുക്കടി ഭാഷ എന്നുകൂടി പറയപ്പെടുന്നു. സാഖി വസ്തുതഃ ദോഹ ഛന്ദ് ഹി ഹെ ജിസ്കാ ലക്ഷൺ ഹെ. സാഖി യഥാർത്ഥത്തിൽ ദോഹയാണ്, അതിൻ്റെ വൃത്തം തന്നെയാണ് അതിൻ്റെ ലക്ഷണം. ദോഹ എന്ന് പറഞ്ഞാൽ ഈരടികളാണ്, 2 വരികൾ, രണ്ട് ചരണങ്ങൾ അടങ്ങുന്ന 2 വരികൾ. ഒന്നാമത്തെയും മൂന്നാമത്തെയും ചരണത്തിൽ 13 മാത്രകളും രണ്ടാമത്തെയും നാലാമത്തെയും ചരണത്തിൽ 11 മാത്രകളും. 13 और 11 के विश्राम से 24 മാത്ര. അപ്പോൾ 13, 11 ഇങ്ങനെ മാത്രകൾ ഇടവിട്ടാണ് ഒന്നാമത്തെയും മൂന്നാമത്തെയും, അതാണ് വിശ്രാം എന്ന് പറയുന്നത്, ഇടവിട്ട് കൊടുത്തിട്ടുള്ളത്. ലഘു, ഗുരു ഇവ ഗണം തിരിച്ചെഴുതുന്നതാണ് ഈ മാത്ര എന്ന് പറയുന്നത്. ഇതിന് ഓരോ ചിഹ്നങ്ങളുണ്ട്. ലഘു, ഗുരു, അതിന് ചിഹ്നങ്ങളുണ്ട്. അപ്പോൾ ലഘുവിന് 1ഉം ഗുരുവിന് 2ഉമാണ് മാത്രകൾ. അങ്ങനെ ഓരോ ചരണത്തിലും 24 മാത്രകൾ. ഇതാണ് ദോഹെ എന്ന് പറയുന്നത്. പ്രസ്തുത പാഠിക്ക് സാഖിയാം പ്രമാൺ ഹേ കി സത്യ की साक्षी देता हुआ ही गुरु शिष्य को जीवन के तत्वज्ञान की ശിക്ഷ देता है. നമുക്ക് പഠിക്കാനുള്ള പാഠമായ സാഖികൾ ഇതിനുള്ള തെളിവാണ്.
സത്യത്തെ നേരിൽ കാണിച്ചു തരുന്നു. അതിനോടൊപ്പം ഗുരു ശിഷ്യന് ജീവിതത്തിലെ തത്വങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. वह शिक्षा जितनी प्रभावपूर्ण होती है उतनी ही याद रह जाने योग्य भी. ആ വിദ്യ എത്രത്തോളം പ്രഭാവപൂർണമാണോ അത്രയുമാണ് അത് ജീവിതത്തിൽ ഓർമ്മിച്ചു വെക്കാൻ യോഗ്യമാവുന്നത്. അപ്പോൾ ദോഹെ നോക്കാം. ऐसी बानी बोलिए मन का आपा खोई अपना तन शीतल करे ഔരൻ കൗ സുഖ ഹോയി. ഇപ്പോൾ ശബ്ദാർത്ഥ നോക്കാം. വാനി വാണി വാക്ക്, ആപ്പ അഹങ്കാർ അഹങ്കാരം, ഘോയി ത്യാഗ് കർണ ഉപേക്ഷിക്കുക, തൻ ശരീരം, ശീതൽ ശീതൾ തണുപ്പ് എന്നുണ്ട് നല്ല, ഔരൻ ദൂസരവും കോ മറ്റുള്ളവർ, കൗ കോ, ഹോയി ഹോന ഉണ്ടാവുക. ऐसी बानी बोलिए मन का आपा खोई अपना तन शीतल करे औरन को सुख होई. കബീർദാസ് ഈ ദോഹയിൽ പറയുന്നത്, ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാലും, ഐസി ബാനി ബോലിയെ ഇങ്ങനെയുള്ള, ബാനി വാണി വാക്ക്, ബോലിയെ പറഞ്ഞാലും, ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞാലും, മൻക ആപ്പ ഖോയ് മനസ്സിൻ്റെ അഹങ്കാരം ഉപേക്ഷിച്ചിട്ട് വേണം നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കാൻ. അപ്പന തൻ ശീതൽ കരേ ഔരൻ കോ സുഖ ഹോയ്. അതുകൊണ്ട് എന്താണ് ഉണ്ടാവുന്നത്? തൻ്റെ മനസ്സും തണുക്കണം, അല്ലെങ്കിൽ നല്ലതാവണം. ഔരൻ കോ സുഖ ഹോയ് മറ്റുള്ളവർക്കും സുഖവും സന്തോഷവും ഉണ്ടാവണം. മറ്റുള്ളവർക്ക് സന്തോഷമുള്ള രീതിയിലായിരിക്കണം നമ്മൾ പെരുമാറേണ്ടത്. ഇതാണ് ഒന്നാമത്തെ ദോഹയിൽ പറയുന്നത്. അടുത്തത് പ്രസംഗ്. അതിൻ്റെ ഭാവാർത്ഥം നോക്കാം. സന്ദർഭവും വ്യാഖ്യയും. പ്രസംഗ് प्रस्तुत दोहा भक्ति काल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि कबीरदास द्वारा रचित साखी से ली गई है. ഈ തന്നിട്ടുള്ള ദോഹെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തി ശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് രചിച്ച സാഖിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. വ്യാഖ്യ. ഇസ് ദോഹെ മേം इसमें कबीर ने मीठी बोली बोलने और दूसरों को सुख मिलने का बात कही है. ഈ കവിതയില് കബീർ മധുരമായ വാക്കുകൾ സംസാരിക്കുവാനും മറ്റുള്ളവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം പറയണമെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്തത് വ്യാഖ്യ. ഇസ് ദോഹെ മേം കബീർദാസ് ഉപദേശ് ദേത്തെ ഹെ कि हमें ऐसी बाणी बोलनी चाहिए जिससे मन का अहंकार नष्ट हो. ഈ ദോഹയിൽ കബീർദാസ് പറയുന്നത് മനസ്സിലെ അഹങ്കാരം ഉപേക്ഷിച്ച് സംസാരിക്കണമെന്നാണ്. इससे हमारा मन शीतल हो जाएगा और दूसरों को सुख भी होता है. ഇതുകൊണ്ട് നമ്മുടെ മനസ്സിനും സന്തോഷമുണ്ടാകും, മറ്റുള്ളവർക്കും സന്തോഷമുണ്ടാകും. हमारे मधुर और सुखद बातचीत से दूसरों को सुख मिलता है, शांति मिलती है. നമ്മുടെ മധുരമുള്ളതും സന്തോഷപ്രദവുമായ സംഭാഷണത്തിൽ നിന്ന് മറ്റുള്ളവർക്കും സുഖം കിട്ടുന്നു, ശാന്തി കിട്ടുന്നു. इसलिए കടു വചൻ ഹം ബിൽക്കുൽ ഛോഡ് ദേ. അതിനാൽ കടുത്ത വാക്കുകൾ പൂർണ്ണമായും ഒഴിവാക്കൂ. ഇതാണ് ആദ്യത്തെ ദോഹയിൽ കബീർദാസ് പറയുന്നത്. രണ്ടാമത്തെ ദോഹെ. കസ്തൂരി കുണ്ടലി ബസേ മൃഗ് ഢൂണ്ടേ ബൻ മാഹി ऐसी घड़ी घड़ी राम है दुनिया देखे नाही. ശബ്ദാർത്ഥ
നോക്കാം. കുണ്ഡലി നാഭി, മൃഗ് ഹിരൺ മാൻ, ഢൂണ്ഡന ബൻ വൻ, ഢൂണ്ഡന ഘോജന അന്വേഷിക്കുക, മാഹി മേം, ഘടി ഘടി കൺ കൺ ഓരോ കണങ്ങളിലും, രാം ഈശ്വർ, നാഹി നഹി. ഒന്നുകൂടി നോക്കാം. ദോഹെ കസ്തൂരി കുണ്ഡലി ബസെ, മൃഗ് ഢൂണ്ഡെ ബൻ മാഹി, ऐसी घड़ी घड़ी രാം ഹെ ദുനിയ ദേഖെ നാഹി. ഈ ദോഹയിൽ കബീർദാസ് പറയുന്നത് കസ്തൂരി, കസ്തൂരി എന്ന് പറയുന്നത് നല്ല മണമുള്ള സാധനമാണ്, വളരെ വില കൂടിയ വസ്തുവുമാണ് കസ്തൂരി. കസ്തൂരി കുണ്ഡലി ബസൈ, കസ്തൂരി കസ്തൂരി മാനിന്റെ നാഭിയിലാണ് വസിക്കുന്നത്, കാണപ്പെടുന്നത്. മൃഗ് ഢൂണ്ഡെ ബൻ മാഹി, എന്നിട്ടും ആ മാനിന് അറിയുന്നില്ല എന്താണ് എന്നിൽ തന്നെയാണ് കസ്തൂരി ഉള്ളത് എന്ന്. അത് കാടുകൾ തോറും കസ്തൂരി അന്വേഷിച്ച് നടക്കുകയാണ്. ऐसी घड़ी घड़ी രാം ഹെ ദുനിയ ദേഖെ മാഹി. ഇതാണ്. അതുപോലെയാണ് കബീർദാസ് പറയുന്നു, അതുപോലെയാണ് നമ്മൾ മനുഷ്യർ. നമ്മുടെ ഓരോ കണങ്ങളിലും ഈശ്വരനുണ്ട്. ഘടി ഘടി ഓരോ കണങ്ങളിലും ഈശ്വരനുണ്ട്, എന്നിട്ടും മനുഷ്യൻ അത് അറിയുന്നില്ല. ദുനിയ ദേഖെ നാഹി, മനുഷ്യൻ തന്റെ ഉള്ളിലുള്ള ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാതെ ക്ഷേത്രങ്ങളിലും പള്ളികളിലും പോയി ഈശ്വരനെ അന്വേഷിക്കുന്നു. കബീർദാസ് ഈ ദോഹയിൽ മനുഷ്യനെ കസ്തൂരി മൃഗത്തോടാണ് അല്ലെങ്കിൽ കസ്തൂരി മാനിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ പ്രസംഗ് വ്യാഖ്യ ഇവ നോക്കാം. പ്രസംഗ് പ്രസ്തുത ദോഹെ ഭക്തികാൽ के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि കബീർദാസ് ദ്വാര രചിത് സാഖി സെ ലീ ഗയി ഹെ. തന്നിട്ടുള്ള ദോഹെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസിന്റെ രചനയായ സാഖിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കബീർ കഹത്തെ ഹെ കി മനുഷ്യ കസ്തൂരി മൃഗ് കി തരഹ ഹോ ഗയേ ഹെ. കബീർദാസ് പറയുന്നത് എന്തെന്നാൽ മനുഷ്യ കസ്തൂരി മൃഗത്തിനെ പോലെയാണ്. ജിസ് തരഹ ഹിരൺ കസ്തൂരി പ്രാപ്തി കെ ലിയെ വൻ വൻ മേ ढूंढता रहता है, उसी तरह लोग भी ഈശ്വർ പ്രാപ്തി के लिए ढूंढते रहते हैं. ഏതുപോലെയാണോ കസ്തൂരിമാൻ കസ്തൂരി കിട്ടാൻ വേണ്ടി കാടുകൾ തോറും അന്വേഷിച്ചു നടക്കുന്നത്, അതുപോലെയാണ് മനുഷ്യർ ഈശ്വരനെ അന്വേഷിച്ച് നടക്കുന്നത്. അടുത്ത വ്യാഖ്യ കസ്തൂരി ബഹുത്ത് കീമത്തി ചീസ് ഹെ. കസ്തൂരി ഏറ്റവും വിലപിടിപ്പുള്ള വസ്തുവാണ്. ഈ കസ്തൂരി മൃഗക്കി നാഭി സെ പായി ജാത്തി ഹെ. ഇത് കസ്തൂരി മാനിന്റെ നാഭിയിലാണ് കാണപ്പെടുന്നത്. ജിസ് പ്രകാർ കസ്തൂരി മൃഗ് अपनी ही नाभि में रहने वाली कस्तूरी को नहीं पहचानता और वन वन में उसको ढूंढता फिरता है. എപ്രകാരമാണോ കസ്തൂരിമാൻ തന്റെ നാഭിയിൽ വസിക്കുന്ന കസ്തൂരിയെ തിരിച്ചറിയാതിരിക്കുന്നത്, അത് വനങ്ങൾ തോറും കാടുകൾ തോറും അന്വേഷിച്ചു നടക്കുന്നത്, ഉസി പ്രകാർ ഈശ്വർ സബ്കെ ഹൃദയമേ നിവാസ് കർത്താ ഹെ. അതുപോലെയാണ് ഈശ്വരൻ എല്ലാവരുടെ ഹൃദയത്തിലും വസിക്കുന്നു. എന്നാൽ മനുഷ്യർ अपने अंदर के ईश्वर को नहीं पहचान कर मंदिर और मस्जिद में ढूंढता फिरता है. ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ വസിക്കുന്ന ഈശ്വരനെ തിരിച്ചറിയാതെ, ഈശ്വര സാന്നിധ്യം തിരിച്ചറിയാതെ അമ്പലത്തിലും പള്ളികളിലും പോയി അന്വേഷിച്ച് നടക്കുന്നു. ഈശ്വർ ഹരേക് ജീവ് കെ മൻമേം തഥാ പ്രകൃതി കെ കൺ കൺമേം വാസ് കർത്താ. ഈശ്വരൻ ഓരോ ജീവികളുടെ മനസ്സിലും അതുപോലെ പ്രകൃതിയിലെ ഓരോ കണങ്ങളിലും വസിക്കുന്നു. അതിന്റെ അർത്ഥാത് ഈശ്വർ ജോ ഭഗവാൻ കോ ജാൻനാ ചാഹതാ ഹെ വ സാധനാരൂപി ആംഖേം ഖോൽക്കർ मन ही मन उसके दर्शन कर ले, फिर भी लोग उसे देख नहीं पाते. എന്നിട്ടും ആളുകൾ
അതിനെ കാണുന്നില്ല. ജോ ഭഗവാൻ കോ ജാൻനാ ചാഹ്താ ഹേ വ സാധനാരൂപി ആംഖേം ഖോൽക്കർ മൻ ഹി മൻ ഉസ്കെ ദർശൻ കർലേ. ഏതൊരാളാണോ ഈശ്വരനെ അറിയാൻ ആഗ്രഹിക്കുന്നത് അവൻ സാധനയിലൂടെ അല്ലെങ്കിൽ ഉപാസനയിലൂടെ കണ്ണുകൾ തുറന്ന് തന്റെ മനസ്സിലേക്ക് തന്നെ നോക്കിയാൽ ഈശ്വരനെ കാണാൻ കഴിയും. അതിനുവേണ്ടി പുറത്തൊന്നും അന്വേഷിച്ച് നടക്കേണ്ടതില്ല എന്നാണ് കബീർദാസ് രണ്ടാമത്തെ ദോഹയിലൂടെ നമ്മളോട് പറയുന്നത്. മൂന്നാമത്തെ ദോഹെ ജബ് മേൻ ഥാ തബ് ഹരി നഹി അബ് ഹരി ഹേ മേ നാഹി സബ് അന്ധിയാരാ മിട്ടി ഗയാ ജബ് ദീപക് ദേഖ്യ മാഹി. ശബ്ദാർത്ഥം നോക്കാം. മൂന്നാമത്തെ ദോഹയിലെ മേം എന്ന് പറഞ്ഞാല് അഹങ്കാർ, ഞാൻ എന്ന ഭാവം, അഹങ്കാരം. ഹരി ഈശ്വർ, ഈശ്വരൻ. നാഹി നിഹി. അന്ധിയാര അന്ധകാർ, ഇരുട്ട്. ദീപക് ദിയ വിളക്ക്. മാഹി മേം. ഇതാണ് ശബ്ദാർത്ഥം. ദോഹെ ഒന്നുകൂടി നോക്കാം. ജബ് മേൻ ഥാ തബ് ഹരി നഹി അബ് ഹരി ഹേ മേം നാഹി സബ് അന്ധിയാരാ മിട്ടി ഗയാ ജബ് ദീപക് ദേഖ്യ മാഹി. അപ്പോൾ എന്താണ് പറയുന്നത്? അർത്ഥം നോക്കാം. ജബ് മേൻ ഥാ തബ് ഹരി നഹി. എപ്പോഴാണോ ഞാൻ എന്ന ഭാവം, മേം എന്ന് പറഞ്ഞാൽ ഞാൻ, അഹങ്കാരം, അഹങ്കാരം അല്ലെങ്കിൽ തന്റെ മനസ്സിൽ ഞാൻ എന്ന ഭാവം ഉണ്ടായിരുന്നത്, അപ്പോൾ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. ഈശ്വരനില്ല എന്ന് പറഞ്ഞാൽ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. അബ് ഹരി ഹേ മേ നാഹി. ഇപ്പോൾ ഈശ്വരൻ മനസ്സിലുണ്ട്, ഈശ്വര സാന്നിധ്യം ഉണ്ട്. അപ്പോൾ മേ നാഹി, ഞാൻ എന്ന ഭാവം ഇല്ല. അപ്പൊ എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ഈശ്വര സാന്നിധ്യം ഉണ്ടാവുന്നത് അപ്പോൾ നമ്മുടെ മനസ്സിലെ അഹങ്കാരം തന്നെ ഇല്ലാതാവുന്നു. സബ് അന്ധിയാരാ മിട്ടി ഗയാ ജബ് ദീപക് ദേഖ്യ മാഹി. എല്ലാ സബ് അന്ധിയാര, അന്ധിയാര എന്ന് പറഞ്ഞാൽ അന്ധകാർ. അപ്പോൾ എല്ലാ ഇരുട്ടും എപ്പോഴാണോ നമ്മുടെ മനസ്സിൽ ദീപം അല്ലെങ്കിൽ വിളക്ക് തെളിക്കുന്നത് അപ്പോൾ അറിവില്ലായ്മയാകുന്ന അജ്ഞാനമാകുന്ന ആ ഇരുട്ട് ഇല്ലാതായി. ജബ് മേൻ ഥാ തബ് ഹരി നഹി അബ് ഹരി ഹേ മേ നാഹി സബ് അന്ധിയാരാ മിട്ടി ഗയാ ജബ് ദീപക് ദേഖ്യ മാഹി. പറയുന്നത് നമ്മുടെ മനസ്സിൽ ഈശ്വരൻ ഉണ്ടാകുമ്പോൾ അഹങ്കാരം ഇല്ലാതാവുന്നു. നമ്മുടെ മനസ്സിൽ എപ്പോഴാണോ ഈശ്വര സാന്നിധ്യം ഇല്ലാതാവുന്നത് അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ള ആ ഭാവം നമ്മളിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. പിന്നെ അറിവാകുന്ന വിളക്ക് തെളിക്കുമ്പോൾ അജ്ഞാനമാകുന്ന ഇരുട്ട് ഇല്ലാതാവും. ഇതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. അതിന്റെ പ്രസംഗ് നോക്കാം. प्रस्तुत दोहा भक्तिकाल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि कबीरदास द्वारा रचित साखी से ली गई है. ഈ തന്നിട്ടുള്ള ദോഹെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസിന്റെ രചനയായ സാഖിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. इसमें कबीर मन में अहंकार के मिट जाने के बाद मन में परमेश्वर के वास की बात करते हैं. ഈ ദോഹയിലെ കബീർദാസ് മനസ്സിലെ അഹങ്കാരം ഇല്ലാതാക്കിയതിനു ശേഷം മനസ്സിൽ പരമേശ്വരൻ കുടികൊള്ളുന്നു. ആ കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. ഇനി വ്യാഖ്യ. ജബ് മേരെ അന്തർ अहम का भाव था. कबीरदास कहते हैं जब मेरे अंदर अहम का भाव था तब ईश्वर से मिल न सकते. കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത് എപ്പോഴാണോ എൻ്റെ ഉള്ളിൽ അഹം എന്ന ഭാവം അഹങ്കാരം ഉണ്ടായിരുന്നത് അപ്പോൾ ഈശ്വരനെ കാണാൻ സാധിക്കുന്നില്ല. ജബ് मैंने ईश्वर से मिला तब मेरा अहंकार नष्ट हो गया. എപ്പോഴാണോ എൻ്റെ മനസ്സിൽ എനിക്ക് ഈശ്വരനെ കാണാൻ കഴിയുന്നത്, ഈശ്വരൻ ഉണ്ടാകുന്നത്, അപ്പോൾ എൻ്റെ അഹങ്കാരവും നഷ്ടമായി. अर्थात
ഈശ്വർ പ്രാപ്തി സേ അഹങ്കാർ മിട്ട് ജായേഗ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈശ്വര പ്രാപ്തിയോടുകൂടി നമ്മുടെ അഹങ്കാരം ഇല്ലാതാവും. ജബ് മന്മേം സച്ചേ ജ്ഞാൻ കാ ഉദയ ഹുവ തബ് സാരാ അജ്ഞാൻ രൂപി അന്ധകാർ നഷ്ട ഹുവ. നമ്മുടെ മനസ്സിൽ അന്ധകാരം എന്ന് പറയുന്നത് അറിവില്ലായ്മയാണ്. അപ്പോൾ ആ അറിവില്ലായ്മ എന്നുള്ള ആ അന്ധകാരം, ഇരുട്ട് നഷ്ടമാവുന്നത് ശരിയായ അറിവ് നമ്മളിൽ ഉദയം ചെയ്യുമ്പോഴാണ്. യഹാം മേം അഹം കെ ഭാവ് കോ സൂചിത കർത്താ ഹെ. ഈ ദോഹയിലുള്ള മേം എന്ന് പറയുന്നത് അഹം എന്നുള്ള ഭാവത്തെ, ഞാൻ എന്നുള്ള ഭാവത്തെ സൂചിപ്പിക്കുന്നു. और अंधियाര അഖ്യാൻ കാ പ്രതീക് ഹെ. അപ്പോൾ അന്ധിയാര എന്ന് പറയുന്നത് അറിവില്ലായ്മയുടെ പ്രതീകമാണ്. യഹാം ദീപക് സെ താൽപര്യ ഹെ ധ്യാൻ രൂപി ഈശ്വർ. ഇവിടെ ദീപക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ധ്യാൻ രൂപി ഈശ്വർ, അറിവാകുന്ന ഈശ്വരൻ, അതാണ്. അടുത്ത ദോഹെ സുഖിയ സബ് സൻസാർ ഹെ ഖായേ അരു സോവേ ദുഖിയ ദാസ് കബീർ ഹെ ജാഗേ അരു രോവേ. ശബ്ദാർത്ഥ നോക്കാം. സുഖിയ സുഖി, സന്തോഷമുള്ള. സോവേ സോന. ദുഖിയ ദുഃഖി, ദുഃഖമുള്ള. അരു അഖ്യാൻ രൂപി അന്ധകാർ, അറിവില്ലായ്മയാകുന്ന ഇരുട്ട്. രോവേ രോന, കരയുക. അപ്പോൾ ദോഹം ഒന്നുകൂടി നോക്കാം. സുഖിയ സബ് സൻസാർ ഹെ ഖായേ അരു സോവേ ദുഖിയ ദാസ് കബീർ ഹെ ജാഗേ അരു രോവേ. അപ്പോൾ ഇതിനർത്ഥം എന്താ? സുഖിയ സുഖമുള്ള, സന്തോഷമുള്ള. സൻസാർ ലോക. ഖായേ ഖാന. അരു അന്ധകാർ, അഖ്യാൻ രൂപി അന്ധകാർ. സോവേ സോന. അതുപോലെ ദുഃഖിയ ദുഃഖമുള്ള. ദാസ് കബീർ കബീർ ദാസ്. ജാഗേ ജാഗന. അരു അന്ധകാർ, അഖ്യാൻ രൂപി അന്ധകാർ. രോവേ രോന. ഇങ്ങനെയാണ് അർത്ഥം. സുഖിയ സബ് സൻസാർ ഹെ ഖായേ അരു സോവേ. അപ്പോൾ ഈ ലോകം മുഴുവനും ഉള്ള മനുഷ്യർ സന്തോഷിക്കുകയാണ്, സന്തോഷമുള്ളവരാണ്. ഇങ്ങനെ ഖായേ അരു സോവേ. അപ്പോൾ ഈ ലോകം മുഴുവനുള്ള മനുഷ്യർ തിന്നുന്നു, അതുപോലെ ഉറങ്ങുന്നു, അങ്ങനെ അവർ സുഖിക്കുന്നു, സുഖം അനുഭവിക്കുന്നു. അപ്പോൾ എവിടെയാണ് ഉറങ്ങുന്നത്? ഖായേ അരു സോവേ. അവര് ഭക്ഷണം കഴിച്ച് അന്ധകാരം, അഖ്യാൻ രൂപി അന്ധകാർ, അറിവില്ലായ്മയാകുന്ന അന്ധകാരത്തിൽ, ഇരുട്ടിലാണ് അവർ ഉറങ്ങുന്നത്. അപ്പോൾ ദുഃഖിയ ദാസ് കബീർ ഹെ. ഈ ലോകത്തിൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് ദുഃഖിതനായി തീരുന്നത്, ദുഃഖമുള്ളത് നമ്മുടെ കബീർദാസിനാണ്. കബീർദാസിന് ഇതെല്ലാം കാണുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുകയാണ്? ഉണർന്ന് കരയുകയാണ്, ഉണർന്നിരുന്ന് കരയുകയാണ്. മനുഷ്യൻ അവരുടെ ഈ ലൗകിക സുഖങ്ങളിൽ അവൻ ശരിയായ അറിവ് അല്ലെങ്കിൽ ശരിയായ ജ്ഞാനം അത് അവൻ അറിയുന്നില്ല. പറഞ്ഞാൽ ഈശ്വരനെ അവൻ അറിയുന്നില്ല, അതിന് ശരിയായ അറിവ് അവൻ അതിനെ പറ്റി ചിന്തിക്കുന്നേ ഇല്ല. അപ്പോൾ കബീർദാസ് ഈ സുഖങ്ങൾ മുഴുകിയ മനുഷ്യൻ്റെ അവസ്ഥ കണ്ടിട്ട് ഉണർന്നിരുന്ന് കരയുകയാണ്. അപ്പോൾ ജാഗേ അരു രോവേ എന്ന് പറഞ്ഞാൽ ഉണർന്നിരുന്ന് ഇരുട്ടിൽ അഖ്യാൻ രൂപി അന്ധകാർ എന്ന് പറയുന്ന ആ അറിവില്ലായ്മയാകുന്ന ആ ഇരുട്ടിനെ ഓർത്ത് കരയുകയാണ് നമ്മുടെ കബീർദാസ്. ഇതാണ് ഈ ദോഹയുടെ അർത്ഥം. ഇനി പ്രസംഗ്, സപ്രസംഗ വ്യാഖ്യ നോക്കാം. प्रस्तुत दोहा भक्तिकाल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि कबीरदास द्वारा रचित
സാഖി സേ ലി ഗയി ഹെ. അപ്പോൾ ഈ തന്നിട്ടുള്ള ഈ ദോഹ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് രചിച്ച സാഖിയിലെ വരികളാണ്. इसमें कबीर जी अज्ञान रूपी अंधकार में सोए हुए मनुष्यों को देखकर दुखी है और रो रहे हैं. കബീർദാസ് എന്ത് ചെയ്യുകയാണ്? അറിവില്ലായ്മയാകുന്ന ഇരുട്ടിൽ ഉറങ്ങുന്ന മനുഷ്യരെ കണ്ടിട്ട് വളരെ ദുഃഖിതനായി അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ്. അതാണ് ഇതിൻ്റെ സന്ദർഭം. അതിൻ്റെ വ്യാഖ്യ നോക്കാം. संसार के लोग खाने और सोने में सुख का अनुभव करता है. അപ്പോൾ ഈ ലോകത്തിലെ ജനങ്ങൾ തിന്നുകയും ഉറങ്ങുകയും ചെയ്യുന്നു. അത് ആ സുഖത്തെ അനുഭവിക്കുന്നു. അപ്പോൾ ഇസിക്കോ സുഖം മാനത്താ ഹെ. അപ്പോൾ മനുഷ്യൻ വിചാരിക്കുന്നത് ഇത് തന്നെയാണ്, ഭക്ഷണം കഴിക്കുക, ഉറങ്ങുക, ഇങ്ങനെയുള്ള ഈ ലൗകിക സുഖങ്ങളാണ്, ഇതാണ് സുഖം എന്ന് അവൻ വിശ്വസിക്കുന്നു. ലേക്കിൻ കബീർദാസ് ദുഃഖി ഹെ. എന്നാൽ നമ്മുടെ കബീർദാസ് വളരെ ദുഃഖിതനാണ്. പരമാത്മാക്കോ ന പാനെ സേ വഹ് ജാഗ്താ ഹെ വഹ് രോത്താ ഹെ. അപ്പോൾ മനുഷ്യൻ പരമാത്മാവിലേക്ക് എത്താത്തത്, ഈശ്വരനെ അറിയാത്തത്, അതുകൊണ്ട് കബീർദാസ് ഉണർന്നിരുന്ന് കരയുകയാണ്. ഈശ്വരൻ യഥാർത്ഥ അറിവ് നേടാത്തതുകൊണ്ട് കബീർദാസ് അതോർത്ത് ഈ ലൗകിക സുഖങ്ങളിൽ കഴിയുന്ന ഈ മനുഷ്യരെ ഓർത്ത് കരയുകയാണ്. വ്യാഖ്യ നോക്കാം. കബീർദാസ് कहते हैं, इसलिए कबीरदास कहते हैं, जिन जीवों ने प्रभु वियोग का अनुभव नहीं किया है वे आनंद से खाते हैं और सोते हैं. അപ്പോൾ ഏതൊരു ജീവികളാണോ ഈശ്വര വിയോഗത്തിൻ്റെ അനുഭവം അറിയാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഈശ്വരൻ്റെ വിയോഗം അനുഭവമില്ലാതിരിക്കുന്നത് ആരാണോ അവൻ ആനന്ദം കൊണ്ട് ഉറങ്ങുകയും തിന്നുകയും ഉറങ്ങുകയും ചെയ്യുന്നു. അതിൻ്റെ അർത്ഥം എന്താണ്? അർത്ഥാത് സാംസാരിക് സുഖോമേ ലിപ്ത രഹത്തെ ഹെ. മനുഷ്യൻ ആ ലൗകികമായ സുഖത്തിൽ മുഴുകുകയാണ്. ലേക്കിൻ ജിസ് ജീവനെ പ്രഭു വിയോഗ കാ അനുഭവ കിയാ ഹെ വഹ് ബേചാര ദുഃഖി ഹി രഹത്താ ഹെ. അതുപോലെ ഏത് ആളാണോ ഈശ്വരനെ പറ്റി അറിയുന്നു, ഈശ്വര വിയോഗത്തിൻ്റെ അനുഭവം അറിയുന്നത്, കബീർദാസിനെ പോലെ ഈശ്വരൻ്റെ വിയോഗത്തിൻ്റെ വേർപാടിൻ്റെ അനുഭവം ഉണ്ടാകുന്ന അവൻ എപ്പോഴും ദുഃഖിതനായി തന്നെ നിലകൊള്ളുന്നു. ഉസേ ഭല നീന്ത് കഹാം. അവന് എവിടെ നിന്നാണ് നല്ല ഉറക്കം എവിടെ നിന്ന് കിട്ടും എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെപ്പോഴും संसार के लोग अज्ञानी है. मतलब यही है कि संसार के लोग अज्ञानी है, पर कबीर को ज्ञान प्राप्त हो चुका है. जीवन को असलियत को जानने के कारण वे सो न सकते. അപ്പോൾ ലോകത്തിലെ ജനങ്ങൾ അറിവില്ലാത്തവരാണ്. അവർക്ക് ഒന്നിനെ പറ്റിയും ഒരു ചിന്തയും ഇല്ല. അപ്പോൾ കബീർദാസ് ആണെങ്കിൽ അറിവിനെ നേടിക്കഴിഞ്ഞതാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തെ അറിയുന്നത് കാരണം അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിക്കുന്നില്ല. ഇതാണ് ഈ ദോഹയിൽ പറയുന്നത്. അടുത്ത ദോഹെ. ബിരഹ് ഭുവംഗം തൻ ബസൈ മന്ത്ര ന ലാഗൈ കോയി രാം വിയോഗി ന ജീവൈ തോ ബൗര ഹോയ്. അപ്പോൾ ഈ ദോഹയിലെ ശബ്ദാർത്ഥം നോക്കാം. ബിരഹ് വിരഹ് വേർപാട്, ഭുവംഗം സാമ്പ്
പാമ്പ്. ബൗര പാഗൽ ഭ്രാന്ത്. അപ്പോൾ ദോഹ ഒന്നുകൂടി നോക്കാം. ബിരഹ് ഭുവംഗം തൻ ബസൈ മന്ത്ര ന ലാഗൈ കോയി രാം വിയോഗി ന ജീവൈ ജീവൈ തോ ബൗര ഹോയ്. ഇതിൻ്റെ അർത്ഥം ബിരഹ് ബിരഹ് വിരഹം, ഭുവംഗം പാമ്പ്, തൻ ശരീരം, ബസൈ വസ്ന വസിക്കുക, മന്ത്ര മന്ത്രം. അപ്പോൾ എന്താണ് നമ്മുടെ വിരഹമാകുന്ന ഭുവംഗം, വിരഹമാകുന്ന സർപ്പം അല്ലെങ്കിൽ വിരഹമാകുന്ന പാമ്പ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ അതിനെ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മന്ത്രം കൊണ്ട് എന്തെങ്കിലും മന്ത്രം ചൊല്ലിയാൽ അതിനെ ഇല്ലാതാക്കാൻ നമുക്ക് പറ്റില്ല. എന്ന് പറഞ്ഞാൽ പാമ്പിൻ്റെ വിഷം ഏറ്റാലും നമുക്കതിനെ മന്ത്രങ്ങൾ ചൊല്ലി അതിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല. അതുപോലെയാണ് തനിക്ക് രാം വിയോഗി നാ ജീവൈ ജീവൈ തോ ബൗര ഹോയ്. അതുപോലെയാണ് നമുക്ക് ഈശ്വരൻ്റെ വേർപാട്, ഈശ്വരൻ്റെ വിയോഗം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരുടെ വിയോഗം ഉണ്ടാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും മന്ത്രം ചൊല്ലിയാൽ നമുക്ക് ആ വിഷമം, ആ ദുഃഖം നമുക്ക് ഇല്ലാതാകുന്നില്ല. അതുപോലെ ഈശ്വര വിയോഗത്താൽ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈശ്വര സാന്നിധ്യം, ഈശ്വരൻ്റെ ചിന്ത ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. അഥവാ ഇനി ഈശ്വരൻ്റെ അല്ലെങ്കിൽ ഭക്തി ഇല്ലാതെ ജീവിക്കുമ്പോൾ നമ്മൾ ഏതുപോലെ ആയിത്തീരുന്നു? ഭ്രാന്ത് പിടിച്ചവരെ പോലെ ആയിത്തീരുന്നു എന്നാണ്. അപ്പോൾ ഈശ്വര ശ്വാസനെ ഭക്തി ഇല്ലാതെ അല്ലെങ്കിൽ ഈശ്വര സാന്നിധ്യമില്ലാതെ നമുക്കൊരിക്കലും ജീവിക്കുവാൻ സാധ്യമല്ല. അതാണ് ഈ ദോഹയിൽ പറയുന്നത്. അപ്പം അതിൻ്റെ പ്രസംഗം നോക്കാം. പ്രസ്തുത ദോഹ ഭക്തികാൽ के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि कबीरदास द्वारा रचित साखी से ली गई है. അപ്പോൾ തന്നിട്ടുള്ള ദോഹയെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് വഴി രചിച്ച സാഖിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. इसमें कबीर कहते हैं कि ईश्वर के वियोग में मनुष्य में जीवित नहीं रह सकता है और अगर रह भी जाता है तो वह पागल हो जाता है. അപ്പോൾ ഈ ദോഹയിൽ കബീർ പറയുന്നത് ഈശ്വരൻ്റെ വിയോഗത്താൽ, ഈശ്വരൻ്റെ വേർപാടിൽ മനുഷ്യൻ ഒരിക്കലും ജീവിക്കുവാൻ സാധ്യമല്ല. അഥവാ ഇനി അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ അവൻ ഭ്രാന്ത് പിടിച്ചതുപോലെ ആയിത്തീരുന്നു. ഇതാണ് അതിൻ്റെ സന്ദർഭം. വ്യാഖ്യ. യഹാം കവിനെ വിരഹ കോ സാംബ് കാ രൂപ് ദിയാ ഗയാ ഹൈ. ഇവിടെ കവി വിരഹത്തിനെ, വേർപാടിനെ പാമ്പിൻ്റെ രൂപമാണ് നൽകിയിട്ടുള്ളത്. വേ कहते हैं कि जिसके शरीर में विरह रूपी सांब बसता है उसके बचने का कोई उपाय नहीं होता. കവി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഏതൊരാളുടെ ശരീരത്തിലാണോ വിരഹമാകുന്ന പാമ്പ് വസിക്കുന്നത് അവനെ രക്ഷിക്കാൻ ഒരു ഉപായവും ഇല്ല. उसी प्रकार राम के वियोग में भी कोई जीवित नहीं रह पाता. അതുപോലെയാണ് ഈശ്വരൻ്റെ വിയോഗത്താൽ ആർക്കും ജീവിക്കാൻ സാധ്യം. വഹ് യദി ജീത്താ ഹെ തോ പാഗൽ ഹോക്കർ ജീത്താ ഹെ. ഇനി അഥവാ അങ്ങനെ ഈശ്വരൻ്റെ വിചാരമില്ലാതെ ഈശ്വര വിയോഗത്താൽ ജീവിക്കുകയാണെങ്കിൽ തന്നെ അവൻ ഭ്രാന്തനെ പോലെ ആയിത്തീരുന്നു, ജീവിക്കുന്നു. അതാണ് ഈ ദോഹയുടെ വ്യാഖ്യ. അടുത്ത ദോഹെ. നിന്ദക് നേടാ രാഖിയെ ആംഗണി കുട്ടി ബന്ധായി ബിൻ സാബൺ പാണി ബിന നിർമ്മൽ കരൈ സുഭായി. ശബ്ദാർത്ഥം നോക്കാം.
നിന്ദക്, നിന്ദാ കർണേ വാല, കുറ്റപ്പെടുത്തുന്ന ആൾ. നേട, നികട്, അടുത്ത്. ആംഗണി, ആംഗൻ, മുറ്റം. കുടി, ചോട്ട, ഘർ, കുടിൽ. സാബൺ, സാബുൻ, സോപ്പ്. നിർമ്മൽ, സാഫ്, വൃത്തി. സുഭായി, സ്വഭാവ്, സ്വഭാവം. അപ്പം ദോഹെ. നിന്ദക് നേടാ രാഖിയെ, ആംഗണി കുടി ബന്ധായി, ബിൻ സാബൺ പാനി ബിന, നിർമ്മൽ കരേ സുഭായി. അപ്പോൾ ഈ ദോഹയിൽ പറയുന്നത് നിന്ദക്, നിന്ദക് എന്ന് പറയുന്നത് കുറ്റം പറയുന്ന ആളെയാണ്. നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? നേടാ രാഖിയെ, അടുത്ത് തന്നെ വെച്ചാലും അല്ലെങ്കിൽ അവരെ അടുത്ത് തന്നെ നിർത്തിയാലും. ആംഗണി കുടി ബന്ധായി, നമ്മുടെ മുറ്റത്ത് തന്നെ. ആംഗൺ എന്ന് പറഞ്ഞാൽ മുറ്റം, ആംഗണി എന്ന് പറഞ്ഞാൽ ആംഗൺ, മുറ്റം. നമ്മുടെ മുറ്റത്ത് തന്നെ ചെറിയൊരു കുടിൽ, ചെറിയൊരു വീട് വെച്ച് അവരെ താമസിപ്പിക്കൂ. എന്തിനാണ്? ബിൻ സാബൺ പാനി ബിന, നിർമ്മൽ കരേ സുഭായി. എന്താണ് പറയുന്നത്? നമ്മളുടെ ശരീരം ശുദ്ധമാവാൻ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? സോപ്പ് ഉപയോഗിക്കും. വെള്ളവും സോപ്പും ഉപയോഗിച്ച് നമ്മളുടെ ശരീരം നമ്മൾ ശുദ്ധിയാക്കുന്നു. ശരീരത്തിലെ അഴുക്കുകളെല്ലാം കളയുന്നു. അതുപോലെ ബിൻ സാബൺ പാനി ബിന, അതുപോലെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, വെള്ളത്തിൻ്റെ ആവശ്യമില്ല, സോപ്പിൻ്റെ ആവശ്യമില്ല. സോപ്പും വെള്ളവും ഇല്ലാതെ തന്നെ നമുക്ക് നമ്മളിലുള്ള മാലിന്യത്തെ, അഴുക്കിനെ അകറ്റുവാൻ സാധിക്കും. എങ്ങനെ സാധിക്കും? ഈ നമ്മളെ കുറ്റപ്പെടുത്തുന്നവരെ നമ്മളെ അടുത്ത് തന്നെ താമസിപ്പിച്ചാൽ അവരുടെ ഈ കുറ്റപ്പെടുത്തലുകൾ കേട്ട് നമ്മൾ എന്തായിത്തീരും? നമ്മുടെ സ്വഭാവവും മാറ്റം വരും. നമ്മുടെ സ്വഭാവം നേരെയാക്കാൻ ശ്രമിക്കും. അപ്പം അതിൽ മാറ്റം വരുത്താൻ നമുക്ക് സാധിക്കും. അപ്പോൾ നിർമ്മൽ കരേ സുഭായി, അങ്ങനെ നമ്മളുടെ സ്വഭാവം വളരെ നല്ലതാവും എന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. അതിൻ്റെ പ്രസംഗ് നോക്കാം. प्रस्तुत दोहा भक्तिकाल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि കബീർദാസ് द्वारा രചിത സാഖി സെ ലി ഗയി ഹെ. തന്നിട്ടുള്ള ഈ ദോഹെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് രചിച്ച സാഖിയിലെ വരികളാണ്. इसमें कबीरदास जी कहते हैं, निंदा करने वाले व्यक्तियों को अपने पास रखने की सलाह देते हैं ताकि आपके स्वभाव में सकारात्मक परिवर्तन आ सके. അപ്പോൾ ഇതിൽ കബീർദാസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെ വെറുക്കുന്ന വ്യക്തികളെ തൻ്റെ അടുത്ത് തന്നെ നിർത്താനുള്ള ഉപദേശമാണ് നമുക്ക് കബീർദാസ് തരുന്നത്. എന്തുകൊണ്ടെന്നാൽ ആപ്കെ സ്വഭാവമേ സകാരാത്മക പരിവർത്തൻ ആസകെ, അവൻ്റെ അല്ലെങ്കിൽ തൻ്റെ സ്വഭാവത്തിൽ നല്ല രീതിയിലുള്ള മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളെ നമ്മളെ അടുത്ത് നിർത്തിയാൽ നമ്മുടെ സ്വഭാവത്തിലും മാറ്റം വരും. അതാണ് ഈ ദോഹയിലെ സന്ദർഭം. ഇനി വ്യാഖ്യ നോക്കാം. कबीरदास कहते हैं, निंदा करने वालों को हमें सदा अपने पास रखना चाहिए. അതുതന്നെയാണ് പറയുന്നത്, നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളുകളെ നമ്മൾ എപ്പോഴും തൻ്റെ അടുത്ത് തന്നെ നിർത്തണം. हो सके तो अपने घर के आंगन में उसके लिए एक कुड़िया बनवा दो. പറ്റുമെങ്കിൽ, നമ്മളെ കൊണ്ടാകുമെങ്കിൽ എന്ത് ചെയ്യണം? തൻ്റെ വീടിൻ്റെ മുറ്റത്തു തന്നെ അവന് വേണ്ടി ചെറിയൊരു കുടിൽ ഉണ്ടാക്കൂ. ऐसा करने से पानी और साबुन के बिना हम अपने स्वभाव को निर्मल कर सकते हैं. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വെള്ളവും സോപ്പും ഇല്ലാതെ തന്നെ നമ്മൾ തൻ്റെ സ്വഭാവത്തെ നമുക്ക് വൃത്തിയാക്കാൻ, ശുദ്ധമാക്കാൻ നമുക്ക് സാധിക്കുന്നു. अर्थात
निंदक की निंदा भरी बात सुन सुनकर हमें अपनी कमियों को सुधारने का अवसर मिलते हैं. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നിന്ദക് നമ്മളെ കുറ്റപ്പെടുത്തുന്ന ആളിൻ്റെ കുറ്റപ്പെടുത്തലുകൾ, അങ്ങനെയുള്ള ആ വാക്കുകൾ കേട്ട് കേട്ട് നമ്മൾ തൻ്റെ കുറവുകളെ നന്നാക്കാൻ ശരിയാക്കാൻ, സുധാരണ എന്ന് പറഞ്ഞാൽ നന്നാക്കാൻ വേണ്ടി നമ്മൾക്കുള്ള ഒരു അവസരം കിട്ടുന്നു. അതാണ് ഈ ദോഹയിലൂടെ പറയുന്നത്. അടുത്ത ദോഹ, പോഥി പഠി പഠി ജഗ് മുവ പണ്ഡിത് ഭയ ന കോയി ഏകൈ അക്ഷർ പീവ് കാ പഠൈ സു പണ്ഡിത് ഹോയി. അപ്പം അതിലെ ശബ്ദാർത്ഥം നോക്കാം. പോഥി പുസ്തകം, മുവ മരിക്കുക, ഭയ ബന്ന ഉണ്ടാവുക, അക്ഷരം, പീവ് അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട ഈശ്വർ അല്ലെങ്കിൽ ഈശ്വർ. അപ്പോൾ ദോഹെ നോടി നോക്കാം. പോഥി പഠി പഠി ജഗ് മുവ പണ്ഡിത് ഭയ ന കോയി ഏകൈ അക്ഷർ പീവ് കാ പഠൈ സു പണ്ഡിത് ഹോയി. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ്? പോഥി പഠി എന്നാൽ വലിയ പുസ്തകം, പോഥി എന്ന് പറഞ്ഞാൽ വലിയ പുസ്തകം. അതാണ് ഈ വലിയ പുസ്തകങ്ങൾ പഠിച്ച് ജഗമുവ, ഈ ലോകത്തു നിന്നവർ മരിച്ചുപോയി, ഈ പുസ്തകങ്ങൾ പഠിച്ചവർ. പണ്ഡിത ഭയ ന കോയി, എന്തായില്ല? ആരും പണ്ഡിതരായിരുന്നില്ല, പണ്ഡിതന്മാരാരും ആയില്ല. എല്ലാവരും കുറേ പഠിച്ചു, എന്നിട്ട് അവരെല്ലാം ഈ ലോകത്ത് നിന്നും മരിച്ചുപോയി. പണ്ഡിതന്മാർ ആരും ആയില്ല. ഏകൈ അക്ഷർ പീവ് കാ പഠൈ സു പണ്ഡിത് ഹോയി. എന്നാൽ ഏകൈ അക്ഷർ, ഏകഹി അക്ഷർ എന്താണ്? ഈശ്വരൻ്റെ ഒരക്ഷരമെങ്കിലും, പീവ് ഈശ്വർക്ക, ഈശ്വരൻ്റെ ഒരക്ഷരമെങ്കിലും നമ്മൾ വായിച്ചാൽ അല്ലെങ്കിൽ പഠിച്ചാൽ അവനാണ് യഥാർത്ഥ പണ്ഡിതൻ. ശരിയായ പണ്ഡിതനാവുന്നത് ഈശ്വരൻ്റെ അക്ഷരം പറയുന്നവനാണ് അല്ലെങ്കിൽ പഠിക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ നല്ല സ്നേഹത്തോടു കൂടി പെരുമാറുന്ന, മറ്റുള്ളവരോട് ആളുകളോട് പെരുമാറുന്നവനാണ് അവൻ, ഈശ്വരനാണ്. ആ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നവൻ. അപ്പം ആ ഈശ്വരീയമായിട്ടുള്ള ആ കഴിവുള്ള അവരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതൻ അല്ലെങ്കിൽ ശരിയായ അറിവുണ്ടാവുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് എന്നാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. പ്രസംഗം നോക്കാം. പ്രസ്തുത ദോഹ भक्तिकाल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि कबीरदास द्वारा रचित साखी से ली गई है. തന്നിട്ടുള്ള ഈ ദോഹ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് വഴി രചിച്ച സാഖിയിൽ നിന്നും എടുത്തിട്ടുള്ളത്. യഹാം वे बताते हैं कि सब लोगों से प्रेम का व्यवहार करने वाला ही सच्चा പണ്ഡിത് ഹെ. ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, സം ലോകവും സെ, എല്ലാ ആളുകളോടും, പ്രേം കാ വ്യവഹാർ കർണേ വാല, സ്നേഹത്തോടു കൂടി പെരുമാറുന്നയാൾ, അത് തന്നെയാണ് സച്ച പണ്ഡിത് ഹെ, ശരിയായ നല്ല പണ്ഡിതനാവുന്നത്. എന്ന് പറഞ്ഞാൽ ഈശ്വരീയ അംശമുള്ളവർക്ക് അല്ലെങ്കിൽ ഈശ്വര വിചാരമുള്ളവർക്ക് മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? സ്നേഹത്തോടു കൂടി മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ യഥാർത്ഥ പണ്ഡിതൻ അങ്ങനെയുള്ള ആളുകളാണെന്നാണ് കബീർദാസ് പറയുന്നത്. അതാണ് സന്ദർഭം. ഇനി വ്യാഖ്യ. ബഡേ ബഡേ പുസ്തകം കോ പഠിക്കർ സംസാർ കെ ലോഗ് മർ ഗയ്. അപ്പോൾ വലിയ പുസ്തകങ്ങൾ പഠിച്ച് ലോകത്തിലെ ആളുകളെല്ലാം മരിച്ചുപോയി. കിന്തു കോയി ഭി പണ്ഡിത് നിഹീം ബൻ സക.
എന്നാൽ ആർക്കും പണ്ഡിതനാവാൻ സാധിച്ചില്ല. कबीर के अनुसार जो मनुष्य ईश्वर का एक ही अक्षर पढ़ लेता है वह सच्चा पंडित बन जाता है. അപ്പോൾ കബീറിൻ്റെ വാക്കുകളനുസരിച്ച് എന്താണ്, ഈശ്വരൻ്റെ ഒരേ ഒരു അക്ഷരം പറയുന്ന ആള്, പഠിക്കുന്ന ആള്, അവനാണ് യഥാർത്ഥത്തിൽ പണ്ഡിതനായിത്തീരുന്നത്. അങ്ങനെയുള്ള ആളുകളാണ്. അടുത്തത്, ഹം ഘർ ജാല്യ ആപ്പണാം ലിയാ മുരാഡാ ഹാത്തി അബ് ഘർ ജാലൗ താസ്ക ജെ ചലൈ ഹമാരെ സാഥി. ഇതിൻ്റെ ശബ്ദാർത്ഥം നോക്കാം. ജാല്യ ജലായ, കത്തിക്കുക. ആപ്പണാം അപ്പന, തൻ്റെ. മുരാഡ മശാൽ, പന്ത. ഹാത്തി ഹാത്ത്. ജാലവ് ജലാന്, കത്തിക്കുക. താസ്ക ഉസ്ക, അവൻ്റെ. ഇതാണ് വേർഡ് മീനിങ്. ദോഹ ഒന്നുകൂടി നോക്കാം. ഹം ഘർ ജാല്യ ആപ്പണാം ലിയാ മുരാഡ ഹാത്തി അബ് ഘർ ജാലൗ താസ്ക ജെ ചലേ ഹമാരെ സാഥി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അർത്ഥം. ഹം ഘർ ജാല്യ ആപ്പണാം, ഞങ്ങൾ തൻ്റെ വീടിനെ ലിയാ മുരാഡ ഹാത്തി, കയ്യിൽ എന്തെടുത്തിട്ടാണ്, കയ്യിൽ ഒരു പന്തം കത്തിച്ചിട്ട്, പന്തമെടുത്ത് ഞങ്ങളുടെ വീടിനെ കത്തിച്ചു. അബ് ഘർ ജാലോ താസ്ക എന്ന് പറഞ്ഞാൽ എന്താണ്, വീടിനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ നോക്കാം നമുക്ക്. അബ് ഘർ ജാലോ താസ്ക, ഇപ്പോൾ ആരാണോ താസ്ക ജെ ചലേ ഹമാരെ സാഥി, പറഞ്ഞാൽ ആരാണോ തൻ്റെ കൂടെ വരുന്നത് അവരുടെ വീടിനെയും കത്തിച്ചു കളയണം, ഇതാണ് പറയുന്നത്. അപ്പോൾ വെറുതെ വീടിനെ കത്തിക്കുന്ന എന്താണ്, വീട് എന്ന് പറയുന്നത് ലൗകിക സുഖങ്ങളാകുന്ന വീട് എന്ന് പറഞ്ഞാൽ മോഹമായകളാകുന്ന അല്ലെ ലൗകിക സുഖങ്ങളാകുന്ന വീടിനെ, അതാണ്. അപ്പോൾ കബീർദാസ് തൻ്റെ ലൗകിക സുഖങ്ങളാകുന്ന വീടിനെ കത്തിച്ച് ഇപ്പോൾ എല്ലാം ത്യജിച്ച് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം വരുന്നത് ആരാണ്, അവരുടെ വീടിനെയും കത്തിച്ച് ശരിയായ അറിവിനെ നേടാൻ, അല്ലെങ്കിൽ ശരിയായ ജീവിതം എന്താണെന്ന് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, അതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. മോഹമായ രൂപിയാകുന്ന അല്ലെങ്കിൽ ലൗകിക സുഖങ്ങളാകുന്ന വീടിനെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ ആ സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കാനാണ് കബീർദാസ് ഇവിടെ ആളുകളോട് പറയുന്നത്. എന്നാൽ മാത്രമേ ശരിയായ അറിവ് നേടാൻ ഈ മോഹങ്ങളെല്ലാം അല്ലെങ്കിൽ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചാൽ മാത്രമേ ശരിയായ വൈരാഗ്യം സന്യാസിയെ പോലെ ആയിത്തീർന്നാൽ മാത്രമേ ശരിയായ അറിവ് നേടാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കാനാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. പിന്നെ തൻ്റെ കൂടെ വരാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താണ്, കബീർദാസ് തൻ്റെ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി. അതുപോലെ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നവരെ ഒപ്പം കൂട്ടാനാണ് അല്ലെങ്കിൽ ഒപ്പം കൊണ്ട് നടക്കാനാണ് കബീർദാസ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ ദോഹയിലെ പ്രസംഗ് നോക്കാം. प्रस्तुत दोहा भक्तिकाल के निर्गुण भक्ति शाखा के सर्वश्रेष्ठ कवि കബീർദാസ് ദ്വാര രചിത സാഖി സെ ലി ഗയി ഹെ. അപ്പോൾ ഈ തന്നിട്ടുള്ള ദോഹെ ഭക്തികാലത്തിലെ നിർഗുൺ ഭക്തിശാഖയിലെ ഏറ്റവും ശ്രേഷ്ഠനായ കവിയായ കബീർദാസ് രചിച്ച സാഖിയിലെ വരികളാണ്, സാഖിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇസ് ദോഹെ में हमें ये संदेश देता है कि प्रभु भक्ति के मार्ग पर चलने वाले साधकों को सांसारिक इच्छाओं को त्याग कर वैराग्य धारणा करना चाहिए. അപ്പോൾ ഈ ദോഹയിൽ നമുക്കൊരു സന്ദേശമാണ് തരുന്നത്. എന്തെന്നാൽ പ്രഭു ഭക്തി കെ മാർഗ് പർ ചലനെ വാലെ സാധകോം കോ,
പ്രഭു ഭക്തി, ഈശ്വര ഭക്തിയുടെ മാർഗത്തിലൂടെ നടക്കുന്ന സാധകർക്ക്, അല്ലെങ്കിൽ അതിനെ ഉപാസിക്കുന്ന ആളുകളെ സാംസാരിക ഇച്ഛാവും കോ ത്യാഗക്കാർ, അവരെന്ത് ചെയ്യണേ, ഈ ലൗകിക സുഖങ്ങളെല്ലാം ത്യജിച്ചിട്ട് വൈരാഗ്യ ധാരൺ കർണ ചാഹിയേ, വൈരാഗ്യവൃത്തി അല്ലെങ്കിൽ സന്യാസവൃത്തി അല്ലെങ്കിൽ ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് അവർ നിൽക്കണം. അതാണ് കബീർദാസ് ഈ ദോഹയിലെ പറയുന്ന സന്ദർഭം. ഇനി വ്യാഖ്യ. कबीरदास कहते हैं मैं भक्ति के मार्ग पर चलना चाहता हूँ. കബീർദാസ് എന്താണ് ആഗ്രഹിക്കുന്നത്? കബീർദാസ് പറയുന്നു, ഞാൻ ഭക്തിയുടെ മാർഗത്തിലൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നു. इसलिए मैं जलती हुई लकड़ी को हाथ में लेकर अपने घर को जला लिया, क्योंकि घर सांसारिक विषय वासनाओं का आधार है. എന്താണ് കബീർദാസ് പറയുന്നത്? അതിനാൽ ഞാൻ ഭക്തിമാർഗത്തിലൂടെ പോകാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ ഞാൻ ഒരു കത്തുന്ന ഒരു കയ്യിൽ ഒരു പന്തം അല്ലെങ്കിൽ കത്തുന്ന വിറകിൻ്റെ കഷ്ണം കയ്യിലെടുത്തിട്ട് തൻ്റെ വീടിനെ കത്തിച്ചു. വന്ന് തൻ്റെ സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ചു, കത്തിച്ചു കളഞ്ഞു, ഇല്ലാതാക്കി. എന്തുകൊണ്ടെന്നാൽ ഘർ സാംസാരിക വിഷയവാസനാംക ആധാർ. ഈ ഘർ എന്ന് പറയുന്നത്, വീട് എന്ന് പറയുന്നത് എന്താണ്? ലൗകിക സുഖങ്ങളുടെ ഒരു അടിസ്ഥാനമാണ്. അബ് കവി ഉസ്കെ ഘർ കോ ജൽന ചാഹ്താ ഹെ ജോ ഉസ്കെ സാത്ത് ചലനെ കോ തയ്യാർ ഹെ. അബ് കവി ഉസ്കെ ഘർ കോ ജൽന ചാഹ്താ ഹെ ജോ ഉസ്കെ സാത്ത് ചലനെ കോ തയ്യാർ ഹെ. ഇനിയിപ്പോൾ എന്താണ് പറയുന്നത്? ഇപ്പോൾ കവി ഉസ്കെ ഘർ കോ ജൽന ചാഹ്താ ഹെ, അവന്റെ വീടിനെ കത്തിക്കാൻ ആഗ്രഹിക്കുന്നു. ആരുടെ വീടിനെ കത്തിക്കാൻ? ജോ ഉസ്കെ സാത്ത് ചലനെ കോ തയ്യാർ ഹെ, ആരാണ് കബീർദാസിനോടൊപ്പം വരാൻ തയ്യാറാവുന്നത് എന്ന് പറഞ്ഞാൽ ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറാവുന്നത് ആരാണോ അവരുടെ ആ ലൗകിക സുഖങ്ങളാവുന്ന വീടിനെ കത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അർത്ഥാത് കവി यह कहना चाहते हैं कि सुधार का आरंभ अपने घर से ही शुरू होना चाहिए. നമ്മൾക്ക് നന്നാവാനുള്ള അല്ലെങ്കിൽ നല്ല വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള അതിൻ്റെ തുടക്കം തൻ്റെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കണം എന്നാണ് കബീർദാസ് പറയുന്നത്. അത് വേറെ സ്ഥലങ്ങളിൽ നിന്നൊന്നും കിട്ടാനില്ല, തൻ്റെ വീടുകളിൽ നിന്ന് മാത്രമേ നമുക്ക് നന്നാവാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. അതാണ് കബീർദാസ് ഈ ദോഹയിലൂടെ പറയുന്നത്. ഇതോടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.